നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് തൃശൂർ പൂരം. 200 വർഷങ്ങൾക്ക് മുൻപ് കൊച്ചി മഹാരാജാവായിരുന്ന ശക്തൻ തമ്പുരാന്റെ ആശീസ്സുകളോടെ ആരംഭിച്ചതാണ് തൃശൂർ പൂരം. 4250-ലധികം സേനാംഗങ്ങളുടെ കരുതലോടെ പൂരനഗരി സുസജ്ജം. ചുവന്നമണ്ണപ്പള്ളിയിലെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ്. ഒന്നാം സമ്മാനം താർ ജീപ്പ് ബിനു അമ്പഴച്ചാലിന്. വിശദമായ വാർത്തകളിലേക്ക്. ആവേശത്തിൽ മുഴുകി പൂരനഗരി. ഇലഞ്ഞിത്തറ മേളത്തിൽ മതിമറന്ന് പൂരപ്രേമികൾ. കനത്ത വേനൽ ചൂടിലും പൂരാവേശം കൊട്ടിക്കയറി. വെയിലിന്റെ കാഠിന്യത്തെയും മറികടന്ന് ആചാരങ്ങളുടെ നിറവിലാണ് ശക്തന്റെ തട്ടകം. മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിന്റെ മധുരത്താളങ്ങൾ ആസ്വാദകരെ ഒരു വേറിട്ട അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ തേക്കിൻകാട് മൈതാനം പൂരാവേശത്തിൽ നിറഞ്ഞു കവിഞ്ഞു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട്. പൂരാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ വെടിക്കെട്ട് ഒഴിവാക്കി പൂർണ്ണമായും ആചാരപരമായ രീതിയിലാണ് പൂരം നടക്കുന്നത്. അതേസമയം പുലർച്ചെ തന്നെ കണിമംഗലം ശാസ്താവിന്റെ തേക്കിൻകാട്ടിലേക്കുള്ള എഴുന്നള്ളത്തോടെയാണ് പൂരദിനത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ചത്. വെലിയാലിക്കൽ കുട്ടിശങ്കരനായിരുന്നു കോലമേറ്റിയത്. മേളത്തിന് ജിതിൻ കല്ലാറ്റ് നേതൃത്വം നൽകി. തുടർന്ന് പനമുക്കപ്പള്ളി ശാസ്താവും വടക്കുനാഥ ക്ഷേത്രത്തിലെത്തി. പെരുമ്പളം ശരത് മേളപ്രമാണിയായി. പിന്നീടെത്തിയത് പൂരപ്രേമികൾ ആവേശത്തോടെ കാത്തിരുന്ന ചെമ്പുകാവിന്റെ എഴുന്നള്ളത്തായിരുന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ തിടമ്പേറ്റിലൂടെ അന്തരീക്ഷം ഉത്സവനാദത്തിൽ നിറഞ്ഞു. പാറമേക്കാവ് അഭിഷേക് മേളം നയിച്ചു. കിഴക്കേ നടവഴി പ്രവേശിച്ച് തെക്കേ നടവഴി പുറത്തേക്കിറങ്ങുമ്പോൾ രാമന്റെ എഴുന്നള്ളത്ത് കാണികൾ ആവേശത്തിൽ അലകടൽ തീർത്തു. 9 ആനകളുടെ അകമ്പടിയോടെ കാരമുക്ക് ഭഗവതിയും ശങ്കരക്കുളങ്ങര ഉദയനും വടക്കുനാഥനിലെത്തി. പത്മശ്രീ പെരുവനം കുട്ടമാരാർ മേളപ്രേമിയായി. ലാലൂർ ഭഗവതിയും ചൂരക്കോട്ടുകാവ് ഭഗവതിയും അയ്യന്തോൾ ഭഗവതിയും ഒന്നൊന്നായി തേക്കിൻകാട്ടിലേക്ക് എത്തിയപ്പോൾ പൂരനഗരി ആവേശത്തിന്റെ ഉച്ചസ്ഥായിലെത്തി. 13 ആനകളുടെ അകമ്പടിയോടെ അയ്യന്തോൾ ഭഗവതിയുടെ എഴുന്നള്ളത്തും 11 ആനകളുടെ അകമ്പടിയോടെ നെയ്തലക്കാവ് ഭഗവതിയുടെ വരവും കാണികളെ ആവേശത്തിലാഴ്ത്തി. ഇതിനിടയിൽ മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിന്റെ താളം പൂരനഗരിയെ സംഗീത ലഹരിയിലെത്തിച്ചു. 250 കലാകാരന്മാർ അണിനിരുന്ന പ്രശസ്തമായ ഇലഞ്ഞിത്തറ മേളം മേളപ്രേമികളിൽ ആവേശക്കൊടുമുടി തീർത്തു. ഇത്തവണ കൊടും ചൂടിനിടയിലും പൂരത്തിന്റെ ആവേശത്തിന് ഒട്ടും കുറവില്ലായിരുന്നു. വൈകുന്നേരത്തെ കുടമാറ്റ ചടങ്ങ് ഇത്തവണ 15 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കി. എല്ലാ വർഷത്തെ പോലെ തന്നെ ഇത്തവണയും തൃശൂർ പൂരത്തിന്റെ ഭംഗിയും ഭക്തിയും ആവേശവും അതിന്റെ പൂർണ്ണതയിൽ തന്നെ നിലനിർത്തി.
MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും
ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് സുവർണ ബസാർ മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. +2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. ചുവന്ന മണ്ണ്
പള്ളിയിലെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ്. ഒന്നാം സമ്മാനം താർ ജീപ്പ് ബിനു അമ്പഴച്ചാലിനെ. സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് ചുവന്നമണ്ണ് സംഭാവന സമ്മാന കൂപ്പൺ 2026 നറുക്കെടുപ്പ് നടത്തി. പള്ളി വികാരി ഫാദർ നിജിൽ ജേക്കബ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സിനിമാ താരം കൃഷ്ണപ്രഭ ആദ്യ നറുക്കെടുപ്പ് നടത്തി. പെരുന്നാൾ ജനറൽ കൺവീനർ KP ഔസേബ് കാവനാക്കുടിയിൽ, ഇടവക ട്രസ്റ്റി ബിനോയ് മേക്കാട്ടിൽ, സെക്രട്ടറി സനോജ് അമ്പഴച്ചാലിൽ, മുൻ ട്രസ്റ്റി ഷിബു വർഗീസ് മാമല, ഫിനാൻസ് കൺവീനർ ബിബി മണലോട്ടി തുടങ്ങിയവർ നറുക്കെടുപ്പിന് നേതൃത്വം നൽകി. ഒന്നാം സമ്മാനമായ താർ ജീപ്പ് ചുവന്നമണ്ണ് സ്വദേശിയായ ബിനു അമ്പഴച്ചാലിനും, രണ്ടാം സമ്മാനമായ ബുള്ളറ്റ് തൃശൂർ സ്വദേശിയായ പ്രവീണിനും, മൂന്നാം സമ്മാനമായ ജൂപ്പിറ്റർ സ്കൂട്ടർ ജോബി ശ്രീജേഷിനും, നാലാം സമ്മാനമായ സ്വർണ്ണ കോയിൻ മിഥുൻ തുടങ്ങിയവർക്കും അർഹരായി. എന്ന് പറയുന്നത് 1000 രൂപ വിലമതിക്കുന്ന ഒരു കൂപ്പൺ. അത് എടുക്കുന്ന ആള് ഭാഗ്യശാലിക്ക് ഒന്നാം സമ്മാനമായി ലഭിക്കുവാനായി പോകുന്നത് മഹീന്ദ്രയുടെ താർ എന്ന് പറയുന്ന ആ വലിയ സമ്മാനമാണ്. രണ്ടാം സമ്മാനം നമ്മുടെ യൗവനക്കാരുടെ മോഹ വാഹനമായ ബുള്ളറ്റ്. മൂന്നാം സമ്മാനം സ്ത്രീകൾക്ക് സന്തോഷമാകട്ടെ എന്ന് വിചാരിച്ച് ഒരു TVSന്റെ ജൂപ്പിറ്റർ. നാലാം സമ്മാനം കിട്ടുന്നവർക്ക് എല്ലാവർക്കും സന്തോഷമാണ്, എനിക്കറിയാം. കാരണം ഇന്ന് ഏറ്റവും വിലയേറിയ എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിൻ ഹാർമണിയോടൊപ്പം എന്നെ സുധീരനാണ് ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ വലിയൊരു സന്തോഷമാണ്. കാരണം ഒരുപാട് വർഷത്തെ ഒരു ആത്മബന്ധമുള്ള ഒരുപാട് പേരാണ് ഇവര്. അപ്പം ഇതിൽ നമ്മളെപ്പോഴും പാലക്കാട്ടേക്കൊക്കെ പോകുന്ന വഴിയും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ സ്ഥിരം സഞ്ചരിച്ച ഒരു വഴിയിൽ നമ്മളുടെ ഒരു പെർഫോമൻസിനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പള്ളിയിൽ വരാൻ സാധിക്കുന്നു, നിങ്ങളെ എല്ലാവരെയും കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നതും വലിയൊരു സന്തോഷം തന്നെയാണ്. ഇവിടെ വന്നപ്പോൾ പക്ഷെ അതിലും വലുതായിട്ട് ഞാൻ ഞെട്ടിപ്പോയി. പ്രത്യേകിച്ച് നറുക്കെടുപ്പിൽ ഒരു താറ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടി. എത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അതെടുത്ത് കൊടുക്കാനുള്ള ഭാഗ്യം ഇനി എനിക്ക് കിട്ടിയല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ. കൂപ്പണവും കിട്ടിയില്ല, അതെടുത്ത് ഒന്ന് കൊടുത്ത് എല്ലാവരും ഒന്ന് കൊടുക്കാൻ പോകുന്ന ഭാഗ്യശാലിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് നല്ല സന്തോഷമുള്ള കുറച്ച് സമയമായിട്ട് നമുക്കിത് മാറ്റണം. ആദ്യത്തെ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആരാണ് നമ്മൾ അറിയാൻ പോവാണ്. ഇവിടെ ഇന്നത്തെ ദിവസം സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് ചുവന്നമണ്ണിലെ ആദ്യത്തെ ഭാഗ്യവാനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരം ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആരാണ് നമ്മൾ നോക്കാൻ പോവാണ്. കണ്ണടച്ച് കാണൂല കേട്ടോ. കൈക്കൂലി മേടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇല്ല, കൊടുത്തിട്ടില്ല, എന്നാ കൊടുത്തില്ല. ഈ ജനതയുടെ മുഴുവൻ ശാപവും ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരാളുടെ നമ്പർ പറഞ്ഞോ, പറഞ്ഞു മൈക്കിൽ പറഞ്ഞു. 1232 1232 നോക്കിയാട്ടാ, കൂപ്പൺ നോക്കിയാ ആരുടെ പേരാണെന്ന് നോക്കാം. ലൈവായിട്ട് നമ്മൾ അവരെ വിളിക്കാൻ പോവാണ്. ഇവിടെ ഇപ്പോൾ അവിടെ ഫോൺ റെഡിയാവുന്നു. ആരാണ് നോക്കാം നമുക്ക്. ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ഏത് കുടുംബമാണ്? ഇവിടെ ഉണ്ടാവോ? ഒരു ഗസ് ചെയ്യാൻ പറ്റുമോ? ആരായിരിക്കുന്നത് പറയാൻ പറ്റുമോ? ആരായിരിക്കും? ആരെല്ലാം ഉറപ്പാണല്ലോ. 2 കാറിൽ വീട്ടിൽ കയറില്ല, ഒരു കാറ് തന്നെ. അന്ന ബിനു അമ്പഴച്ചാലിൽ ഇവിടെ ഉണ്ട്. ഇന്ന് ചുവന്ന മണ്ണ് കലങ്ങും, ഇന്ന് കുലുങ്ങും. ഇന്ന് ചുവന്ന മണ്ണ് കുലുങ്ങും. പരിപാടി ഫ്രീ ആക്കണോ? അറിയല്ലേ? എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. അച്ഛാ, ഞങ്ങൾ മൈക്കിൽ കൂടെ കേൾക്കണം. എന്ത് കാര്യമാണെന്നുള്ള മൈക്കിൽ കൂടെ. ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞു എനിക്ക് ഭാഗ്യമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിന്റെ പകുതി കിട്ടുകയാണ് എനിക്ക് തന്നേക്കണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ പറഞ്ഞു അത് അച്ഛൻ മുഴുവനും എടുത്തോളാനാ പറഞ്ഞേക്കുന്നത്. അയ്യോ, ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് ഓഫറുകളുടെ പെരുമഴ കൊടുത്തിട്ടാണ് ഈ കൂപ്പൺ എടുത്തേക്കുന്നത്. ഈ ഓഫർ കൊടുത്തേക്കുന്ന താറ് വിൽക്കേണ്ടി വരും എന്തായാലും. പിന്നെ ബിനു ഈ പള്ളിക്ക് കൊല്ലങ്ങളായിട്ട് കുറേ എൻഫീൽഡിന്റെ ബുള്ളറ്റാണ്. റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് 2ാം സമ്മാനം. അങ്കമാലി ഡയറീസ് കറക്ക്.
കടക്കൽ കണ്ട പോയെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്തെടുത്തോ. ഒരു കൈ കൊടുക്കാം. രണ്ടാം സമ്മാനം റോയൽ എൻഫീൽഡ് 2398 2398. ആരാണ് ആ ഭാഗ്യം? വീണ്ടും ബിലിച്ചേട്ടന്റെ കൂടെ തന്നെ പോവോ? ഇല്ലല്ലേ? 10 അമ്മേ 100 മുഴുവൻ മേടിച്ചില്ല, 10 മേടിച്ചിട്ടുണ്ടെന്നാണ്. പ്രണവ് അഡ്രസ് ഇല്ല. ബിലിച്ചേട്ടന്റെ ഫോണിൽ വിളിക്കുമ്പോ എന്നാലും സത്യം അറിയാം. അവർക്കറിയത്തില്ലേ ഈ കാര്യത്തിനെ വിളിക്കുന്നതെന്ന് പറയുന്നത്. ബിരിയേട്ട പിന്നെ വിളിക്കുന്നു പറയും. ആ കണ്ട, ഞാൻ പറഞ്ഞോ യഥാർത്ഥ സത്യം അറിയാമെന്ന്. നോക്കാം. മുമ്പേ അങ്കമാലി ഡയറീസ് കറക്കായിരുന്നു. ഇത് ഏത് കറക്കാണ്? ഇത് ഹലോ പ്രണവോ? ഓക്കെ, അപ്പൊ പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഒരു പ്രൈസ് അടിച്ചിട്ടുണ്ട്. കൂപ്പൺ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ പ്രൈസ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഭാഗ്യശാലിയാണ്. രണ്ടാം സമ്മാനം ബുള്ളറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കൃഷ്ണപ്രഭയാണ് സംസാരിക്കുന്നത്. എവിടെ ഇപ്പോ? ഇങ്ങോട്ട് വരുമോ? വീട് എവിടെയാ? ഇന്ന് വരുമോ ഇങ്ങോട്ട്? ആ ശരി ശരി, ഓക്കെ. മാർ ആദായ സ്നേഹപ്പള്ളി 94-ാം തിരുനാളിനെ കൊടികയറി. പറവട്ടാനി മെയ് 1, 2, 3 തീയതികളിലായി നടക്കുന്ന പറവട്ടാനി പ്രദേശത്തെ പ്രഥമ ക്രൈസ്തവ ദേവാലയമായ മാർ ആദായ സ്ലീഹാപ്പള്ളിയുടെ 94-ാം തിരുനാളിനെ വികാരി റവറൻ റൂണോ വർഗീസ് കശീശ കൊടികയറ്റി. മെയ് 1 വെള്ളിയാഴ്ച പൊതുസമ്മേളനവും കലാപരിപാടികളും, മെയ് 2 6 മണിക്ക് റംഷ പ്രാർത്ഥനയും തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണവും, മെയ് 3 ഞായറാഴ്ച പരിശുദ്ധ ആഗോള സഭയുടെ പരമാധ്യക്ഷൻ മാറൻ മാർ ആവേ തൃതീയൻ കത്തോലിക്കോസ് പാത്രിയാർക്കീസ് ബാവ തിരുനാൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. 4250-ലധികം സേനാംഗങ്ങളുടെ കരുതലോടെ പൂരനഗരി സുസജ്ജം. ഈ വർഷത്തെ തൃശൂർ പൂരത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രം ഉൾപ്പെടുത്തിയാണ് സുരക്ഷാ വിന്യാസം സജ്ജമാക്കിയിട്ടുള്ളത്. 40 ഡിവൈഎസ്പിമാർ, 70 ഇൻസ്പെക്ടേഴ്സ്, 330 സബ് ഇൻസ്പെക്ടർമാർ, 3600 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, 200 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം 4250-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ വർഷം ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്നത്. ചെറുപൂരങ്ങളെ കൂടാതെ തിരുവമ്പാടി, പാറമേക്കാവ് പൂരങ്ങൾക്ക് അവരുടെ ചടങ്ങുകൾ തടസ്സമില്ലാതെ കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിക്കുന്നതിനും പോലീസുമായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി ഓരോ ചെറുപൂരത്തിനോടൊപ്പം നിലവിലുള്ള ഡ്യൂട്ടിക്കാർ കൂടാതെ ഓരോ ലൈസൻസ് ഓഫീസറും ഉണ്ടായിരിക്കും. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും കണ്ടെത്തുന്നതിനും കൂടാതെ പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ സമയക്രമം ഉറപ്പുവരുത്തുന്നതിനുമായി മുൻവർഷത്തെ അപേക്ഷിച്ച് പൂരനഗരിയിലെ CCTVകളുടെ എണ്ണം 250-ൽ നിന്നും 350-ആയി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളുടെ വാഹനങ്ങൾക്ക് കൂടുതൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 30 പാർക്കിംഗ് സ്ഥലങ്ങൾ തുറന്നിട്ടുണ്ട്. ഇവിടെ 2500 വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ഈ സ്ഥലങ്ങളിൽ പോലീസിന്റെ സാന്നിധ്യവും ഉണ്ടായിരിക്കും. പാർക്കിംഗ് സ്ഥലങ്ങളുടെ ലൊക്കേഷൻ പൊതുജനങ്ങൾക്ക് അറിയുന്നതിനായി QR കോഡ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. മാത്രവുമല്ല, ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലമുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനായി ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾക്ക് മാത്രമായി പാർക്കിംഗ് സ്ഥലങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അത്യാഹിത ഘട്ടങ്ങളിൽ ആശുപത്രികളുമായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ടൗണിലുള്ള 8 ആശുപത്രികളിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സേവനം ഉണ്ടായിരിക്കും. 71 ആംബുലൻസുകളുടെ സേവനം ഉണ്ടായിരിക്കും. സാമൂഹ്യവിരുദ്ധരെ കണ്ടെത്തുന്നതിനായി 50-ലധികം ഷാഡോ പോലീസുകാരെയും നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ നിരോധിത മേഖലയിൽ ഡ്രോൺ പറത്തിയാൽ ആന്റി ഡ്രോൺ സിസ്റ്റം ഉപയോഗിച്ച് അത് പിടിച്ചെടുക്കുന്നതായിരിക്കും. പൂരത്തിന്റെ തത്സമയ വിവരങ്ങൾ അറിയുന്നതിനായി തൃശൂർ സിറ്റി പോലീസിന്റെ മൊബൈൽ ഫ്രണ്ട്ലി വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്.
തൃശൂർ പൂരത്തിന്റെ ഘടകപൂരമായ കിഴക്കുംപാട്ടുകര പനമുക്കുപിള്ളി ശ്രീധർമ്മ ശാസ്താക്ഷേത്രത്തിൽ നിന്നുള്ള പൂരത്തിന് ലൂർദ് കത്തീഡ്രൽ വികാരി റവറന്റ് ഫാദർ ജോസ് വല്ലൂരാന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയപ്പോൾ സഹവികാരി ഗോഡ്വിൻ കിഴക്കൂടൻ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, കോർപ്പറേഷൻ കൗൺസിലേഴ്സ്, കൈക്കാരന്മാർ, പനമുക്കുപള്ളി അമ്പല കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സമീപം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് തൃശൂർ പൂരം. 200 വർഷങ്ങൾക്ക് മുൻപ് കൊച്ചി മഹാരാജാവായിരുന്ന ശക്തൻ തമ്പുരാന്റെ ആശീസ്സുകളോടെ ആരംഭിച്ചതാണ് തൃശൂർ പൂരം. 4280-ലധികം സേനാംഗങ്ങളുടെ കരുതലോടെ പൂരനഗരി സുസജ്ജം. ചുവന്നമണ്ണ് പള്ളിയിലെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ്. 1ാം സമ്മാനം താർ ജീപ്പ് ബിനു അമ്പഴച്ചാലിനെ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.